Good morning, all of you. Dear students, once again, I welcome all of you to my class. Today, we are going to discuss BEGC 110, Block Second, Unit Second, Gulliver's Travels, Philosophical and Political Background. In this unit, we are going to discuss about philosophical and political background of Gulliver's Travels. As we know that before analyzing a book, a text, we must understand it is political, social, and other backgrounds. As part of it, here we also discuss the background. When we take the text into consideration, we have two types of backgrounds. One is philosophical background and political background. The novel Gulliver's Travel, which is discussed or analyzed on the basis of two backgrounds. One is philosophical background and a political background. First of all, we understand that Gulliver's Travels is written in the 18th century, which was significant in the history of Britain. Because this time is also known as the time of Enlightenment. What is Enlightenment? Enlightenment is a European intellectual movement of the 17th and 18th centuries. It started from the last part of the 17th century and continues to the 18th century, in which ideas concerning God, reason, nature, and humanity were synthesized in a worldview. It gained wide ascent in the West, and that instigated revolutionary developments in art, philosophy, and politics. Central to Enlightenment thought were the use and celebration of reason, the power by which humans understand the universe and improve their own condition. The goals of rational humanity were considered to be acknowledge freedom and happiness. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന നോവലിന്റെ പശ്ചാത്തലമാണ്. ഏതൊരു ടെക്സ്റ്റും നമ്മൾ അനാലിസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കണം. ഏതൊരു ടെക്സ്റ്റിനും അത് എഴുതപ്പെട്ട ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, അതേപോലെ തത്വചിന്താപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. പക്ഷെ ഈ നോവൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട രണ്ട് മേഖലകൾ ഫിലോസഫിക്കൽ, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. കാരണം ഈ നോവൽ എഴുതുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യവും അതേപോലെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മുടെ ജോൺ ആദം സ്വിഫ്റ്റിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 18th സെഞ്ചുറി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ 17ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗം മുതൽ 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗം, 17ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം മുതൽ 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് വരെ അങ്ങോട്ടൊക്കെ നമ്മൾ കാണുന്നത് എൻലൈറ്റ്മെന്റ് ആണ്. യൂറോപ്പില് അതുവരെ ഇല്ലാത്ത ഒരു എൻലൈറ്റ്മെന്റ് ആണ്. എന്താണ് ഈ എൻലൈറ്റ്മെന്റ്? നമ്മൾ ആദ്യമായിട്ട് എൻലൈറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. Enlightenment is a European intellectual movement of the 17th and 18th centuries. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണത് ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ സവിശേഷത? In which ideas concerning God, reason, nature, humanity were synthesized into a worldview. അതിൽ ദൈവം,
റീസൺ, യുക്തി, അതേപോലെ പ്രകൃതി, മാനവികത, ഇതിനെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു വേൾഡ് വ്യൂവിൽ കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുവരെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടത് റിലീജിയസ് വ്യൂവിലാണ്. യൂറോപ്പിലെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അവിടെ ചർച്ചിന് മേധാവിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവിടുത്തെ ദൈവത്തെയും അതേപോലെ റീസൺ, നാച്ചർ, ഹ്യൂമാനിറ്റി ഒക്കെ അവർ കണ്ട. എല്ലാം മതത്തിന്റെ ഒരു ബേസിലാണ്. മതപരമായ ദൈവികമായ കൺസെപ്റ്റ്, മതപരമായിട്ട് റീസൺ എന്താണ്, അതേപോലെ നേച്ചറിനെ സംബന്ധിച്ച് ഹ്യൂമാനിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ഒരു റിലീജിയസ് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ദ എൻലൈറ്റ്മെന്റ് ചേഞ്ച്ഡ് ദിസ് റിലീജിയസ് വ്യൂ ഇൻ ടു എ വേൾഡ് വ്യൂ. ഒരു മൊത്തത്തിലൊരു ആഗോള കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ കൈവന്നത് ഈ എൻലൈറ്റ്മെന്റിലാണ്. It gained wide ascent in the West that instigated revolutionary development in art, philosophy and politics. യൂറോപ്പിലുടനീളം ഇത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി. അതുവരെ ഇല്ലാത്തൊരു ചിന്തയാണ്, ഒരു പുത്തൻ ഉണർവുണ്ടാക്കുന്ന ഈ ചിന്ത യൂറോപ്പിൽ ഉടനീളം അത് പ്രചരിക്കുകയും മാത്രമല്ല കലയിലും തത്വചിന്തയിലും രാഷ്ട്രീയത്തിലും കവിതയിലും ഒക്കെ എന്ത് ചെയ്തു, അത് വലിയ രീതിയിലുള്ള ഒരു വിപ്ലവത്തിന് തന്നെ അത് നാന്ദി കുറിച്ചു. സെൻട്രൽ ടു എൻലൈറ്റ്മെന്റ് തോട്ട് വേർ ദ യൂസ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് റീസൺ, the power by which humans understand the universe and improve their own condition. The goals of rational humanity were considered to be knowledge, freedom and happiness. അപ്പോൾ ഈ എൻലൈറ്റ്മെന്റിന്റെ മുഖ്യ ചിന്ത എന്ന് പറയുന്നത് റീസൺ ആൻഡ് ലോജിക് ആണ്. യുക്തിയെ അത് ആഘോഷമാക്കി. അതുവരെ യുക്തിയില്ല. മതപരമായിട്ടുള്ള കൺസെപ്റ്റ് അടിസ്ഥാനത്തിൽ അത് ശരിയായാലും തെറ്റായാലും അങ്ങനെ പിന്തുടരുന്ന ഒരു രീതിയാണ്. എന്നാൽ മനുഷ്യൻ സ്വയം ചിന്തിക്കുകയും കാര്യങ്ങൾ കണ്ടെത്താനും മനസ്സിലാക്കാനും ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ അന്നത്തെ പരിമിതമായ ശാസ്ത്രത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതേപോലെ വിശകലനം ചെയ്യാനും ഒക്കെ അവര് ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഇതിന്റെ ദ പവർ വിച്ച് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ യൂണിവേഴ്സ് ആൻഡ് ഇംപ്രൂവ് their condition. മനുഷ്യൻ എന്ത് ചെയ്തു? പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ തുടങ്ങി. അന്നത്തെ ശാസ്ത്രത്തിന്റെ പരിമിതി വെച്ചുകൊണ്ട് അവര് പ്രപഞ്ചത്തെ മനസ്സിലാക്കുകയും അതേപോലെ അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെയും അതേപോലെ യൂണിവേഴ്സിന്റെയും അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കുകയും ചെയ്തു. The goal of rational humanity were considered to be knowledge. ഈ റേഷണൽ ഹ്യൂമാനിറ്റി, ഈ റീസൺ ആൻഡ് ലോജിക് ഒന്നോടുകൂടെ റേഷണൽ ഹ്യൂമാനിറ്റി ആയി. അതുവരെയും റിലീജിയസ് ഹ്യൂമാനിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ റേഷണൽ ഹ്യൂമാനിറ്റി ആയി. ഇതെന്ത് ചെയ്തു? ഇത് അറിവിനെ പരിഗണിച്ചു. അറിവ്, അതേപോലെ ഫ്രീഡം, ഹാപ്പിനെസ്. അറിവ്, സ്വാതന്ത്ര്യം, ഹാപ്പിനെസ്, അല്ലെ, സംതൃപ്തി. ഈ 3 ഘടകങ്ങളെയാണ് ഇത് ഈ റീസൺ കൊണ്ട് ലക്ഷ്യമാക്കിയത്. മനുഷ്യന് പരമാവധി അറിവ്, കൃത്യമായ അറിവ് നേടുക. രണ്ടാമത്തത് ആ അറിവിലൂടെ മനുഷ്യൻ സ്വാതന്ത്ര്യം നേടുക. ആൻഡ് ഹാപ്പിനെസ്, അതേപോലെ പരമാവധി സന്തോഷം കണ്ടെത്തുക ജീവിതത്തിൽ. ഈ ഒരു കൺസെപ്റ്റാണ് എൻലൈറ്റ്മെന്റിന്റെ ലക്ഷ്യമായിട്ടുള്ള. അപ്പൊ ദ എയിം ഓഫ് ദ എൻലൈറ്റ്മെന്റ് ഈസ് ടു ബി നോളജ്, ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ മേജർ ആയിട്ടുള്ള ഫിലോസഫേഴ്സിനെ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ ഇംഗ്ലണ്ടില് മാത്രം ഉള്ള ഫിലോസഫേഴ്സിനെയാണ് എടുക്കുന്നത്. ഇതിൽ ഇംഗ്ലണ്ടിൽ മാത്രമുള്ള ഫിലോസഫേഴ്സിനെയാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും പല എൻലൈറ്റ്മെന്റ് ഫിലോസഫേഴ്സും വന്നിട്ടുണ്ട്. അവരിപ്പോ തൽക്കാലം നമ്മൾ ചർച്ചപ്പെടുത്തുന്നില്ല. കാരണം എൻലൈറ്റ്മെന്റിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ്. ഇൻ ഇംഗ്ലണ്ട് ദ മേജർ ഫിലോസഫേഴ്സ് ഓഫ് എൻലൈറ്റ്മെന്റ് വേർ ഫ്രാൻസിസ് ബേക്കൺ, ജോൺ ലോക്ക്, തോമസ് ഹോബ്സ്. ഈ 3 ആളുകളാണ് ഈ പ്രധാനമായിട്ടുള്ള, വേറെയും ആളുകളുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ എൻലൈറ്റ്മെന്റ് ഫിലോസഫേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ഫ്രാൻസിസ് ബേക്കൺ, ജോൺ ലോക്ക്, തോമസ്
ഹോബ്സ്. ഈ ഫ്രാൻസിസ് ബേക്കന്റെ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്. ദേ ഇൻഫ്ലുവൻസ്ഡ് ദെയർ കണ്ടംപററി ഓതേഴ്സ്. പക്ഷെ ഈ ചിന്തകന്മാർ എന്ത് ചെയ്തു? തത്വചിന്തകന്മാര് അവരുടെ സമകാലികരായിട്ടുള്ള എഴുത്തുകാരെ വളരെയധികം സ്വാധീനിച്ചു. എഴുത്തുകാരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമാണ്. പിന്നെ അവരുടെ ആശയങ്ങൾ എഴുത്തുകാരെ ഏറ്റെടുത്ത് അവര് പ്രചരിപ്പിച്ചോളും. ജർമ്മൻ തിങ്കർ ഇമ്മാനുവൽ കാന്റ് റൈറ്റസ്. ജർമ്മൻ ചിന്തകനായിട്ടുള്ള ഇമ്മാനുവൽ കാന്റ് വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹം പിന്നെ മനഃശാസ്ത്ര വിദഗ്ധനും ചിന്തകനും പല മേഖലയിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം എഴുതുകയാണ്, ഹാവ് കറേജ് ടു യൂസ് യുവർ ഓൺ റീസൺ വാസ് ദ മോട്ടോ ഓഫ് എൻലൈറ്റ്മെന്റ്. എൻലൈറ്റ്മെന്റിന്റെ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ യുക്തി ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ദ മോട്ടോ ഓഫ് എൻലൈറ്റ്മെന്റ് ഈസ് ഹാവ് എ കറേജ് ടു യൂസ് യുവർ ഓൺ റീസൺ. നമ്മുടെ റീസൺ ലോജിക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള പ്രോത്സാഹനമാണ് യഥാർത്ഥത്തിൽ എൻലൈറ്റ്മെന്റിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇൻ ഹിസ് ബുക്ക് വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ്, he associated the enlightenment with the freedom to be public use of reason. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ്. എൻലൈറ്റ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ബുക്കാണ്. അതിൽ അദ്ദേഹം എൻലൈറ്റ്മെന്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയാറ്, he associated the enlightenment with freedom to make public use of reason. നമ്മള് പബ്ലിക്കായിട്ട് നമ്മുടെ യുക്തി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത് റീസൺ ആൻഡ് ലോജിക്ക് നമ്മുടെ ഫ്രീ ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചിന്താ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ പബ്ലിക്കായിട്ട് പറയാനുമുള്ള സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥത്തിൽ എൻലൈറ്റ്മെന്റിലൂടെ സാധ്യമാവുന്നത് അല്ലെങ്കിൽ സാധ്യമാവേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഫ്രഞ്ച് തിങ്കർ റെനി ഡെസ്കാർട്ടസ് മറ്റൊരു ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനല്ല എങ്കിലും യൂറോപ്യനാണ്. ഫ്രഞ്ച് തിങ്കർ റെനി ഡെസ്കാർട്ടസ് അദ്ദേഹം പറയാണ്, കൊഗിറ്റോ എർഗോസം, ജർമ്മൻ വേർഡാണ്. ദാറ്റ് ഈസ് ഐ തിങ്ക് ദെയർഫോർ ഐ ആം. ഞാൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു എന്നാണ്. ഐ തിങ്ക് ഹിയർ ദെയർഫോർ ഐ ആം. അതായത് ഞാൻ ജനിച്ചു, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു, അതോടുകൂടെ എനിക്ക് അവകാശം കിട്ടിയിട്ടുണ്ട് എന്ത്? ചിന്തിക്കാനുള്ള. ജന്മനാ തന്നെ ഒരു മനുഷ്യന് കിട്ടുന്ന അവകാശമാണ്. അല്ലെ ഒരു നാട്ടിൽ, ഏത് നാടായാലും അവിടെ ജനിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യം എന്നത് ചിന്താ സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ. ഇൻ ദിസ് ബുക്ക്, അദ്ദേഹത്തിന്റെ ബുക്ക് ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്, philosopher Locke argues that in his book an essay concerning human understanding, philosopher Locke argues that science, since it is the understanding that sets the man above the rest of the sensible beings and gives him all the advantage and dominion which he has over them, it is certainly subject even for its nobleness worth our labor to enquire into. ഇവിടെ മറ്റൊരു ചിന്തകനാണ് ലോക്ക്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്. ആ ബുക്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? Since it is the understanding that sets man above the rest of sensible beings, the human beings are above all the sensible beings, or the human beings only sensible being on the face of the earth, and gives him all the advantages and dominion which he has over them. The same human being, he has the advantages and domination upon the universe, upon the
all other inhuman beings. It is certainly a subject even for its nobleness worth our labor to acquire it. It was get because of our nobleness worth labor to enquire into. അപ്പോ ലോക്ക് എന്താണ് പറയുന്നത്? ഈ ഭൂമിയിലുള്ള മറ്റു വസ്തുക്കളെക്കാളും സെൻസിബിൾ ആയിട്ടുള്ള എല്ലാ ജീവികൾക്കും മുകളിൽ മനുഷ്യൻ നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ്. മനുഷ്യൻ ഈ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് സെറ്റ്സ്, മനുഷ്യൻ ഈ മനസ്സിലാക്കിയ കാര്യം, മനുഷ്യൻ അറിവുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യൻ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മറ്റ് സെൻസിബിൾ ബീങ്സിന് മുകളിലൊക്കെ മനുഷ്യൻ വരാൻ കാരണം. മാത്രല്ല അത് ഈ അണ്ടർസ്റ്റാൻഡിങ് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വരുന്നു? റീസണിലൂടെ വരുന്നതാണ്. റീസണിലൂടെ ഉണ്ടായിത്തീരുന്ന ഈ അണ്ടർസ്റ്റാൻഡിങ് മനുഷ്യനെ മറ്റ് സെൻസിബിൾ വസ്തുക്കൾക്ക്, ജീവികൾക്ക് മുകളിൽ നിൽക്കുന്നു. മാത്രല്ല അതിന് മുകളിൽ മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ടാക്കി തരുന്നതും ആധിപത്യം ഉണ്ടാക്കി തരുന്നതുമൊക്കെ ഈ റീസണിലൂടെ നേടിയെടുത്ത അണ്ടർസ്റ്റാൻഡിങ് വഴിയാണ്. ഇറ്റ് ഈസ് certainly a subject even for its nobleness worth our labor to acquire. ഇത് എങ്ങനെയാണ് ലഭിച്ചത്? ഒരു കുലീനമാണത്. എങ്ങനെ? നമ്മുടെ അധ്വാനത്തിലൂടെയാണ് അത് നേടിയത്. എന്താണ് അധ്വാനം? ടു അക്വയർ ഇൻറ്റു, അതിനു വേണ്ടി നമ്മൾ അന്വേഷിക്കുകയാണ്. മനുഷ്യനായി ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവൻ മറ്റ് സെൻസിബിൾ വസ്തുക്കൾക്ക് മുകളിലല്ല. അതേപോലെ അവക്ക് മുകളിൽ ആധിപത്യമോ അഡ്വാൻറ്റേജോ ഒന്നുമില്ല. മറിച്ച് മനുഷ്യൻ തന്റെ ലോജിക് ഉപയോഗിച്ച് അന്വേഷണം നടത്താനുള്ള ലേബറിൽ ഏർപ്പെടുമ്പോഴാണ് മനുഷ്യൻ ഈ ഒരു ഗുണം ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്ന ഈ ഫിലോസഫറായിട്ടുള്ള ലോക്ക് അദ്ദേഹം വാദിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാം. ഈ കാലഘട്ടത്തിലെ റീസൺ ആൻഡ് ലോജിക്കിന്റെ കാലഘട്ടത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള അബ്യൂസ്മെന്റുകളും നടന്നു. കാരണം റീസൺ, ലോജിക്ക് മാനവിക ചിന്തയുടെ, മനുഷ്യ ചിന്തയെ ഉപരിപ്ലവമാക്കുമ്പോഴും ആ റീസണും സയൻസും ഒക്കെ യഥാർത്ഥത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. അത് ചില വിഭാഗങ്ങൾക്കിടയിൽ ചൂഷണം നടത്താൻ വേണ്ടിയിട്ടും, അതുപോലെ കുറെ ആളുകളെ, യൂറോപ്യന്മാരല്ലാത്ത ആളുകളെ അടിമയാക്കാൻ വേണ്ടിയിട്ടും, അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും, ഇരട്ട നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്തു? ഈ റീസൺ ആൻഡ് സയൻസ് ആൻഡ് റീസൺ ഉപയോഗിച്ചു. ഇതിനെയാണ് സത്യത്തിൽ അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോ ഈ അബ്യൂസിനെ, സയൻസിനെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിനെ അതിശക്തമായിട്ട് എതിർത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ജോനാഥൻ സ്വിഫ്റ്റ് എന്ന നോവലിസ്റ്റ്. അതിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തന്റെ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന നോവലിലൂടെ ഈ അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതിനെ സാറ്റയർ ചെയ്യാൻ, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ. Swift was more focused on the abuse of science reason by the custodian of reason. ഈ സ്വിഫ്റ്റ് ഈ റീസൺ ആൻഡ് ലോജിക്കിന്റെ കാലഘട്ടത്തിൽ ജനിച്ച ആളാണെങ്കിലും, അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം എഴുതുന്ന ആളാണെങ്കിലും, എന്നാൽ അദ്ദേഹം സയൻസും റീസണും ലോജിക്കും ഒക്കെ ഈ അബ്യൂസ്, അത് മിസ്യൂസ് ചെയ്യുന്ന കാര്യത്തിലാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ സയൻസും റീസണും ലോജിക്കും ഒക്കെ മനുഷ്യന് വലിയ ഉപകാരമുള്ള സംഗതി, മനുഷ്യന് പുതിയ ചിന്താലോകം തുറന്നെങ്കിലും അതും എന്ത് ചെയ്തു? യൂറോപ്യൻ, അവർ പൊതുവെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, എക്സ്പ്ലോയിറ്റേഴ്സ് ആണ്, കോളനൈസേഴ്സ് ആണ്, അതേപോലെ മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോ അതും എന്ത് ചെയ്തു? അവർ ഈ കോളനി വൽക്കരണത്തിന്, അല്ലെങ്കിൽ ആളുകളെ പിന്നെ കീഴടക്കുന്നതിന് വേണ്ടി റീസൺ, ലോജിക് ആൻഡ് സയൻസ് ഉപയോഗിച്ചു എന്നുള്ള കുറ്റം ജോനാഥൻ സ്വിഫ്റ്റ് ആരോപിക്കുകയാണ്. ജോനാഥൻ സ്വിഫ്റ്റ് വാസ് ഫോക്കസ്ഡ് ഓൺ ദ അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ ബൈ കസ്റ്റേഡിയൻ റീസൺ. റീസൺ എങ്ങനെ കസ്റ്റേഡിയൻ ആക്കി വെക്കുകയാണ്,
ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ. നേരത്തെ ചർച്ച് മതത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ ഈ റീസൺ, സയൻസ് ആൻഡ് ലോജിക്കിനെ ഈ ഒരു വിഭാഗം എന്ത് ചെയ്തു, പ്രത്യേകിച്ച് യൂറോപ്യന്മാർ എന്ത് ചെയ്തു, തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് കോൺട്രറി ടു ദ പോപ്പുലർ ആൻഡ് ദ ഇന്റലക്ച്വൽ ബിലീഫ് ഓഫ് ദിസ് ടൈം. പക്ഷെ ഈ സ്വിഫ്റ്റിന്റെ ഈ നിലപാട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ജനകീയമായ ഇന്റലക്ച്വൽ വിശ്വാസത്തിന് എതിരായിരുന്നു. കാരണം അദ്ദേഹം ഈ നവോത്ഥാനത്തെ അല്ലെങ്കിൽ റീസൺ ആൻഡ് ലോജിക്കിനെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ his opinions, his arguments is an exact contrary to the popular and intellectual beliefs of the 17th and 18th century community. In the 18th century England, science and reason were widely and grossly misused in the brutal subjugation of the colonized and the powerless. ഇതാണ് ആ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ എന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു, ശാസ്ത്രത്തെയും റീസണെയും ഒക്കെ വിശാലമായിട്ട് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. എന്തിനാണ്? ഇൻ ദ ബ്രൂട്ടൽ സബ്ജുഗേഷൻ ഓഫ് കോളനൈസ്ഡ്, കോളനിയിലെ ജനങ്ങളെ ക്രൂരമായി അടിച്ചമർത്താനും, അതേപോലെ ദ പവർലെസ്, അധികാരമില്ലാത്ത ആളുകളെയൊക്കെ അടിച്ചമർത്താനുമുള്ള ഒരു ലോജിക്കായിട്ട് അവർ കണ്ടു. അതായത് അതിനവർ കണ്ടെത്തിയ കുറെ റീസൺസ് ഉണ്ട്. ഈ റീസൺസ് തന്നെയാണ് ഇപ്പൊ വെള്ളക്കാരായിട്ടുള്ള ആളുകൾ അവർ ജനിച്ചത് തന്നെ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയാണ്. അവര് മാത്രമാണ് പരിഷ്കൃതരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ മേലിൽ അവരെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള, അതേപോലെ ഈ കോളനി വൽക്കരണത്തിനും അധികാരമില്ലാത്ത ആളുകളെ തകർക്കാനും ആവശ്യമായിട്ടുള്ള റീസൺ ആൻഡ് ലോജിക് ഒക്കെ അവർ കണ്ടെത്തിനെ. സയൻസ് പോലും അതിനു വേണ്ടി അവര് ദുരുപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജോനാഥൻ സ്വിഫ്റ്റിനെ പോലെയുള്ള ആളുകൾ ആ കാലത്ത് റീസൺ ആൻഡ് ലോജിക്കിനെ അതിശക്തമായി എതിർക്കാനുള്ള കാരണം. ജോനാഥൻ സ്വിഫ്റ്റ് ഈ എൻലൈറ്റ്മെന്റിനെ എതിർക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഷോക്കാവുമെങ്കിലും എൻലൈറ്റ്മെന്റിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ജോനാഥൻ സ്വിഫ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരുന്നു എന്ന്. The double standard in justice was visible in their attitude towards the remote colony. അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ്, നീതിയിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് കോളനികളോടുള്ള അവരുടെ സമീപനത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. കാരണം ഇംഗ്ലണ്ടിൽ അവര് പാലിക്കുന്ന നിയമമല്ല അവർ കോളനിയിൽ പാലിച്ചിട്ടുള്ളത്. കോളനിയിൽ ആർക്കും എന്തുമാവാം, പക്ഷെ ഇംഗ്ലണ്ടിൽ അങ്ങനെ ആർക്കും എന്തുമാവാൻ പറ്റില്ല. അവിടെ നീതി കൃത്യമായിട്ട് അതിന്റെ മുറ തെറ്റാതെ പാലിക്കും. തിന്മ ചെയ്ത ആരെയും ക്രിമിനൽസിന് ആരെയും രക്ഷിക്കാൻ വരില്ല. അവരൊക്കെ അതിൻ്റെതായ ശിക്ഷ കൃത്യമായിട്ട് നൽകും. എവിടെ? ഇംഗ്ലണ്ടിൽ. അതേ സമയത്ത് കോളനിവാസികളോട് അതിക്രമങ്ങളും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു നടപടി ഇല്ലാതെ അത് അവരുടെ അവകാശം എന്ന നിലക്ക് അവർ പരിഗണിക്കാറ്. ഇംഗ്ലണ്ടിൽ വലിയ രീതിയിലുള്ള ജസ്റ്റിസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വലിയ നീതിബോധം ഉണ്ടായിരുന്നു. റീസൺ ആൻഡ് ലോജിക്കിലൂടെ വലിയ നീതിബോധം അവർക്ക് വന്നെങ്കിലും പക്ഷെ ആ നീതിബോധമൊന്നും അവരെന്ത് ചെയ്തില്ല, കോളനി രാഷ്ട്രങ്ങളിൽ കീഴടക്കപ്പെട്ട കോളനി രാജ്യങ്ങളെ കാണിക്കാൻ അവർ ശ്രമിച്ചില്ല. ഈ മേഖലയിലുള്ളവരുടെ ഡബിൾ സ്റ്റാൻഡേർഡിനെയൊക്കെ ആണ് സ്വിഫ്റ്റ് വളരെയധികം വിമർശിച്ചിട്ടുള്ളത്. സ്വിഫ്റ്റ് സാറ്റർ ക്യാപ്ചർ ദ biggest paradox of modernity. For reason and science became tools to subvert the principles of justice, equality and democracy. Swift's satire captured the biggest paradox of modernity. Through his satire, Jonathan Swift, 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 Jonathan S
criticized the modernity, especially the reason and science. It is used as a tool to subvert the principles of justice, equality, and democracy. Justice, equality, and democracy was highly prized by the Europeans, especially the people of England and the rulers of England. At the same time, they suppressed the justice, equality, and democracy in colony countries by using the tools of science and reason. അപ്പോ സ്വിഫ്റ്റ് അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ബിഗ്ഗസ്റ്റ് പാരഡോക്സി എന്ന് പറയുന്ന ഈ മോഡേണിറ്റിയിൽ അദ്ദേഹം കണ്ട ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം റീസണും സയൻസും ഒക്കെ എന്ത് ചെയ്തു, അത് ഒരു പ്രിൻസിപ്പിളായിട്ട് ഉപയോഗിച്ചു. എന്തിനില്ലേ? അടിച്ചമർത്താനുള്ള ഒരു പ്രിൻസിപ്പിളായിട്ട് നീതിയെയും തുല്യതയെയും ജനാധിപത്യത്തെയും ഒക്കെ അടിച്ചമർത്താനുള്ള ഒരു ടൂളായിട്ട് അവര് എവിടെ ഉപയോഗിച്ചു? കോളനി രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ അവര് കീഴടക്കപ്പെട്ട ആളുകൾക്കിടയിൽ, അല്ലെങ്കിൽ അധികാരമില്ലാത്ത ആളുകൾ. അപ്പൊ ഇംഗ്ലണ്ടിൽ തന്നെ ടോറീസും വിഗ്സും തമ്മിലുള്ള ഫൈറ്റില് ടോറീസ് അധികാരത്തിൽ വരുമ്പോ വിഗ്സിനെ വളരെയധികം പീഡിപ്പിക്കാണ്. ആ സമയത്ത് അവർക്ക് ജസ്റ്റിസും ഇല്ല, ഇക്വാലിറ്റി ഇല്ല, ഡെമോക്രസി ഇല്ല. അതേ സമയത്ത് മറ്റുള്ളവർ അധികാരത്തിൽ വന്ന് അതേ പ്രതിപക്ഷം അധികാരത്തിൽ വന്ന് ഭരണപക്ഷം തായിരിക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെ. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഈ ഒരു പാരഡോക്സിയാണ് ഈ ജോനാഥൻ സ്വിഫ്റ്റ് എടുത്ത് കാണിക്കുന്നത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന നോവലിലൂടെ. Therefore, as a critic of English Enlightenment thought, he challenged the notion that man was a rational creature and superior to animal. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം he became the strongest and staunch opponent of the Enlightenment. He argued that in this condition, human being was not a rational creature and he was never superior to any animal, because these inhuman activities for uncivilized man, their behaviors in a way that shames even the animals. അപ്പോ എൻലൈറ്റ്മെന്റിന്റെ ഏറ്റവും വലിയൊരു വിമർശകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്ത് ചെയ്തു? ഈ എൻലൈറ്റ്മെന്റ് ചിന്തയെ തന്നെ വെല്ലുവിളിച്ചു. ഏതാണ് ആ ചിന്ത? നോഷൻ ദാറ്റ് മാൻ വാസ് എ റേഷണൽ ക്രിയേച്ചർ സുപ്പീരിയർ ടു ദ അനിമൽ. മനുഷ്യൻ റേഷൻ ആൻഡ് ലോജിക്കുള്ള വ്യക്തിയാണ്, അവൻ മൃഗങ്ങൾക്കാളും എത്രയോ മേലെ നിൽക്കുന്ന ആളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റിനെയാണ് ജോനാഥൻ സ്വിഫ്റ്റ് തന്റെ ഈ ഗലിവേഴ്സ് ട്രാവൽ എന്ന സാറ്റയറിക് നോവലിലൂടെ വെല്ലുവിളിക്കുന്നത്. കാരണം മനുഷ്യൻ ഈ രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അവൻ റീസൺ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്? അവൻ വെറും ഒരു വികാര ജീവി തന്നെയാണ് മറ്റു ജീവികളെ പോലെ. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും മറ്റ് മൃഗങ്ങൾക്ക് മുകളിലല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരുപാട് കൃതികളും ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ അത്തരം ചിലത് പരിശോധിക്കാം. എ ഹോഴ്സ് ഈസ് നോ മാൻ. സാമുവൽ ബട്ട്ലർ ഇൻ ഹിസ് മോക്ക് ഹീറോയിക് നരേറ്റീവ് പോയം Hudibras wrote, "A man is no horse." In Gulliver's Travels, Swift strategically overthrow the accepted wisdom that man is more rational than horse. In this world of horse are rational animals. In his world, horses are rational animals and superior to civilized humans, whereas the Yobus is a fictional representation of men. They are barbarians. He turns Butler's remarks upside down that a horse is no man. About horse is no man, it was a remark put forth by Samuel Butler in his mock heroic narrative poem Hudibras. He presents that man is above the animal. By saying this,
remark a man is no horse, it means that a human being is superior than any horse. So this was the remarks influenced by the Enlightenment thought. But in contrary, their behavior, the Enlightenment thinkers or the people's behavior, it was contrary to this Enlightenment reason and science and logic. Because of that, Gulliver in his Jonathan Swift in his travels, Gulliver's travels strategically overthrow the acceptance wisdom that man is more rational than horse. He argues that in the world of horses, horses is a rational animal superior to civilized humans, whereas the yobs, fictional representative of men, are barbarians. He turns Butler's remarks upside that a horse is no man. ഇവിടെ ഒരു കുതിര ഒരിക്കലും എന്തല്ല മനുഷ്യനല്ല എന്നുള്ള ഒരു പരാമർശം അത് നടത്തിയിട്ടുള്ള സാമുവൽ ബട്ട്ലർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു മോക്ക് പോയം റൈറ്ററാണ്. പരിഹാസ ആക്ഷേപഹാസ്യ കവിതകൾ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്ത കൃതിയാണ് ഹുഡിബറാസ് എന്ന് പറയുന്ന ഹുഡിബറാസില് അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട്. എ മാൻ ഈസ് നോ ഹോഴ്സ്, മനുഷ്യൻ ഒരിക്കലും കുതിരയല്ല. അതായത് മനുഷ്യൻ അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നവോത്ഥാന എൻലൈറ്റ്മെന്റ് കാല ചിന്തയാണ്. അവിടെ റീസൺ, സയൻസ് ആൻഡ് ലോജിക് ഉപയോഗിക്കുന്നതോടുകൂടെ മനുഷ്യൻ സാധാരണ കുതിരയെ പോലെയുള്ള ഒരാളല്ല. അയാള് മലയാളത്തിൽ പറയുമ്പോൾ മനുഷ്യൻ കുതിരയല്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അതേപോലെ ഉള്ള ഒരു പ്രയോഗമാണിത്. അപ്പൊ മനുഷ്യൻ എന്താണ്? മൃഗമല്ല, മൃഗത്തെക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന ജീവിയാണ് എന്ന് ഈ എൻലൈറ്റ്മെന്റ് തോട്ട്സ് വെച്ചിട്ട് അദ്ദേഹം വാദിക്കുകയാണ്. പക്ഷെ അതിന് മറുപടി ആയിട്ടാണ് ജോനാഥൻ സ്വിഫ്റ്റ് തന്റെ ഗലിവേഴ്സ് ട്രാവലിൽ പറയുന്നത്. അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് ആ വാദത്തെ അങ്ങോട്ട് മറിച്ചിടുകയാണ്. മാൻ ഈസ് മോർ റാഷണൽ ദാൻ ഹോഴ്സ്. അപ്പൊ അവിടെ പറയുന്നത് കുതിരയെക്കാളും റാഷണൽ ആയിരിക്കണം മനുഷ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ കുതിരയാവരുത് എന്ന് മറ്റേ ആള് പറഞ്ഞ് കുതിരയല്ല എന്ന് പറയുമ്പോ സ്വിഫ്റ്റ് അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ കുതിരയെക്കാളും ഇത്തിരി ബോധവും അന്തും കഥയൊക്കെ വേണം എന്നുള്ള ഒരു മലയാള പരാമർശം പോലുള്ള ഒരു പരാമർശത്തിലൂടെയാണ് അദ്ദേഹം മറുപടി പറയുന്നത്. മാത്രല്ല, in his world, horses are rational animals and superior to civilized man. അദ്ദേഹത്തിന്റെ ഈ കഥയിൽ, ഈ ഗലിവേഴ്സ് ട്രാവൽസിലും അതുപോലുള്ള മോക്ക് നരേറ്റീവ്സിലും ഒക്കെ നമ്മൾ കാണുന്നത് ഹോഴ്സസ് സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനേക്കാളും യുക്തി ചിന്തയുള്ള ആളായിട്ടാണ് ഹോഴ്സിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ കഥകളിൽ കഥാപാത്രങ്ങളായി വരുന്ന ഹോഴ്സുകളൊക്കെ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനേക്കാൾ ഉപരി റാഷണൽ ചിന്തയുള്ള ആളുകളാണ്. യാഹൂസ് അദ്ദേഹത്തിന്റെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ കണ്ടെത്തിയിട്ടുള്ള, ദ്വീപിൽ കണ്ടെത്തിയിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള ഒരു മനുഷ്യരാണ്. അവരെയാണ് യാഹൂസ് എന്ന് പറയുന്നത്. ഫിക്ഷണൽ റെപ്രസെന്റേറ്റീവ് ഓഫ് മെൻ ആർ ബാർബേറിയൻസ്. അവര് വളരെ ബാർബേറിയൻസ് ആണ്. ഈ ലില്ലിപുട്ടില് വെച്ചിട്ട് ഗലിവർ കണ്ടെത്തുന്ന കുറെ ആളുകളുണ്ടല്ലോ, വളരെ അപരിഷ്കൃതരായിട്ടുള്ള ആളുകൾ. ആ ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് യാഹൂസിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ ജനതയെ അദ്ദേഹം വിളിച്ച പേര് യാഹൂസ് എന്നാണ്. അപ്പോ സത്യത്തില് കുതിരകൾ പോലും എന്താണ്, സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനേക്കാളും യുക്തിചിന്തയുള്ള ആളുകളാണ്. മാത്രല്ല അതിലെ ഈ റീസൺ ആൻഡ് ലോജിക് വെച്ചുകൊണ്ട് അത് അബ്യൂസ് ചെയ്യുന്ന ആളുകൾ യാഹൂസുകളാണ്, തനി ബാർബേറിയൻസ് ആണ് എന്നും അദ്ദേഹം മുന്നോട്ട് വെക്കാണ്. മാത്രല്ല ബട്ട്ലറുടെ ഈ റിമാർക്കിന് അദ്ദേഹം നേരെ തിരിച്ചിട്ടു. എ ഹോഴ്സ് ഈസ് നോ മാൻ. ഒരിക്കലും ഒരു കുതിരക്ക് മനുഷ്യനെ പോലെ ആവാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യൻ കുതിരയല്ല എന്ന് പറഞ്ഞപ്പോ ആ കുതിരക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല,
ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ അധപതിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. സാമുവൽ ബട്ട്ലർ എന്ന് പറയുന്നത് ഈ എൻലൈറ്റ്മെന്റ് ചിന്തയാൽ സ്വാധീനിക്കപ്പെട്ട റൈറ്ററാണ്. അതിന്റെ നേരെ ശക്തനായ എതിരാളിയാണ് ജോനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the central point of Gulliver's Travels is he distinguishes man from the beasts by using the horses and other yahoos, etc. ഈ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ഈ ആക്ഷേപഹാസ്യ നോവലിൽ അതിൽ കൈകാര്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് എന്നാണ്. ആ ഒരു വിഷയമാണ്. നവോത്ഥാന കാലഘട്ടത്തിൽ റീസൺ ആൻഡ് ലോജിക്ക് വളരെ രീതിയിൽ അത് അബ്യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഉയർന്നു വന്ന ഒരു ചർച്ചയാണ് എന്താണ് മനുഷ്യൻ എന്നുള്ളത്. അപ്പോ മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോ ആ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയൊരു ചർച്ചയാണ് വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാൻ ഫ്രം ബീസ്റ്റസ്. അപ്പൊ ആ ഒരു ചർച്ച എവിടെയും വന്നു. ഗലിവറുടെ ട്രാവൽസ് എന്ന് പറയുന്ന നോവലും അദ്ദേഹം ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് മാനുഷികത, എന്താണ് മാനവികത എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ. ഇനി നമുക്ക് റോബിൻസൺ ക്രൂസോയെയും അതേപോലെ ഗലിവേഴ്സ് ട്രാവൽസിനെയും ഒന്ന് പരിശോധിക്കാം. അത് തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. അതിന്റെ ഫോം അതേപോലെയുള്ള നരേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. The question of form. Swift to make an experiment to travel narrative and science fiction in Gulliver's Travels. ഈ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന നോവൽ എഴുതുമ്പോൾ സ്വിഫ്റ്റ് യഥാർത്ഥത്തിൽ ഇവിടെ പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു നോവലിൽ എങ്ങനെ ട്രാവൽ നരേറ്റീവും സയൻസ് ഫിക്ഷനും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ഗലിവേഴ്സ് ട്രാവൽസ് എന്നുള്ള ഈ നോവല് പല നിലക്ക് അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് കേവലം ഒരു നോവല് മാത്രമല്ല, സാറ്ററിക് നോവൽ, അതേപോലെ ഒരു സയൻസ് ഫിക്ഷനാണ്, അതേപോലെ തന്നെ അത് ഒരു നരേറ്റീവ് നോവലാണ്, ട്രാവൽ നരേറ്റീവാണ്. ഇങ്ങനെ പല തലത്തിൽ നമുക്കതിനെ പരിശോധിക്കാൻ കഴിയും. ഇവിടെ ഒരു നോവലിനെ എങ്ങനെ ട്രാവൽ നരേറ്റീവിൽ ചിട്ടപ്പെടുത്തിയെടുക്കാം, അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ആയിട്ട് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള പരീക്ഷിച്ചെടുക്കാമെന്നുള്ള ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ജോനാഥൻ സ്വിഫ്റ്റ് ഇവിടെ നടത്തുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണ നോവൽ എന്നും നമുക്ക് പറയാവുന്നതാണ്. According to Johnson, the young contemporary of Swift, the novel does not fulfill the criteria of a novel. അദ്ദേഹത്തിന്റെ സമകാലികനായിട്ടുള്ള ഒരാളാണ്, സ്വിഫ്റ്റിന്റെ സമകാലികനായിട്ടുള്ള ഒരാളാണ് ജോൺസൺ എന്ന് പറയുന്നത്. അദ്ദേഹം കുറച്ച് ചെറുപ്പമാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, പിന്നെ നിരൂപകനൊക്കെയാണ്. അദ്ദേഹം പറയുന്നത് ഈ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഈ നോവൽ പരിഗണനക്കെടുക്കുന്ന സമയത്ത് ഒരു നോവലിന് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡമൊന്നും അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ അക്കാലത്ത് എഴുതപ്പെട്ട നോവലിനുണ്ടാവുന്ന മാനദണ്ഡങ്ങളല്ല അത് പാലിച്ചിട്ടുള്ളത്. മറിച്ച് ഒരു ട്രാവൽ നരേറ്റീവ്, സയൻസ് ഫിക്ഷന്, ഈ രീതിയിലുള്ള ഒരു അസ്തിത്വമാണ് യഥാർത്ഥത്തിൽ ഗലിവർ ട്രാവൽസിനുള്ളത്. സ്വിഫ്റ്റ് satire deals with a wide range of issues but not law. ജോനാഥൻ സ്വിഫ്റ്റ് അദ്ദേഹത്തിന്റെ നോവലിലൂടെ ഒരുപാട് കാര്യങ്ങളെ അദ്ദേഹം സാറ്റർ ചെയ്യുന്നുണ്ട്. ഡീൽസ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ്, നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ആ ഒരൊറ്റ സാറ്ററിക്കൽ നോവലിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിലനിന്ന ഒട്ടുമിക്ക കാര്യങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സംബന്ധിച്ചു അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ
ലവ് എന്ന വിഷയം മാത്രം അദ്ദേഹം എടുത്തില്ല. കാരണം ആ കാലഘട്ടത്തിൽ എഴുതുന്ന എല്ലാ നോവലുകളിലും ഒരു ലവ് സ്റ്റോറി ഉണ്ടാവും. പക്ഷെ ഈ കഥയിൽ ലവ് സ്റ്റോറി ഉണ്ടായിരുന്നില്ല എന്നാണ് അതിനെക്കുറിച്ചുള്ള മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത്. മറ്റൊന്ന് ട്രാവൽ നരേറ്റീവ് ഓർ എ ഫിക്ഷൻ പ്രിറ്റൻഡഡ് ടു ബി എ ട്രാവലോഗ്. ട്രാവൽ നരേറ്റീവ് ആണ്, പക്ഷെ അത് ഒരു ട്രാവൽ ഫിക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാവലോഗ് ആയിട്ടാണ് നമുക്കത് അനുഭവപ്പെടുക. നോക്കുക, ഗലിവേഴ്സ് ട്രാവൽസ് മേക്ക് എ കൺഫ്യൂഷൻ among the readers because it is like a travelogue, but it is a fiction pretends as a travelogue. When a reader who reads Gulliver's Travels, he makes some confusion that it is a travelogue or a novel or something science fiction. Because of that, the novel is written in a travel narrative, not a novel narrative. Even though it is a fiction, but really it is a fiction, it is a novel, but it pretends, it is seen as a travelogue. നമ്മൾ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന നോവൽ വായിക്കുന്ന സമയത്ത് വായനക്കാരന് സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷൻ വരും. കാരണം എന്താണ്, അത് ഒരു ട്രാവലോഗ് ആണോ എന്ന് അദ്ദേഹത്തിന് കൺഫ്യൂഷൻ വരും. കാരണം എന്താണ്, യഥാർത്ഥത്തിൽ അതൊരു ഫിക്ഷനാണ്. എങ്ങനത്തെ ഫിക്ഷനാണ്? ട്രാവലോഗ് ആയിട്ട്, പ്രിറ്റൻസ് ടു ബി എ ട്രാവലോഗ്, ഒരു യാത്രാ വിവരണം എഴുതുന്ന പോലെ നോവൽ എഴുതിയതാണ്. വായിക്കുന്ന ആൾക്ക് തോന്നും ഇത് യാത്രാ വിവരണമാണ്. സത്യത്തിൽ യാത്രാ വിവരണം അല്ല, നോവലാണ്. പക്ഷെ യാത്രാ വിവരണത്തിന്റെ നരേറ്റീവ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ യാത്ര എഴുതുന്നത്. ഗലിവർ എന്ന് പറയുന്ന ഒരാള്, അതിന്റെ കഥ പിന്നീട് നമ്മൾ അടുത്ത യൂണിറ്റിലൊക്കെ ആയിട്ട് നമ്മൾ ചർച്ചയ്ക്ക് വരും. അപ്പൊ നമ്മളത് വിശദമായിട്ട് ആ ഭാഗത്ത് ചർച്ച ചെയ്യും. ഇറ്റ് ഈസ് എ പാരഡി ഓഫ് ഡാനിയൽ ഡീഫോസ് റോബിൻസൺ ക്രൂസോ. അതിനെ കുറിച്ചുള്ള മറ്റൊരു നിരീക്ഷണം, ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോയുടെ ഒരു പാരഡിയാണ് ഇത് എന്നുള്ളതാണ്. നമ്മൾ റോബിൻസൺ ക്രൂസോ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു റോബിൻഹുഡ് എന്ന പേരില് ഈ റോബിൻസൺ ക്രൂസോയുടെ ഈ ഒരു കഥ ലോകത്തെല്ലായിടത്തും പല ആളുകൾ പല രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്തു, പല രീതിയിൽ അതിന് അനുകരണം എഴുതി എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ റോബിൻസൺ ക്രൂസോയുടെ ഒരു പാരഡി ആയിട്ടാണ് പല ആളുകളും ഇതിനെ നിരൂപണം ചെയ്തിട്ടുള്ളത്. കാരണം റോബിൻസൺ ക്രൂസോ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോബിൻഹുഡ് നോവലാണ് യഥാർത്ഥത്തിൽ ഈ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ടെറി ഈഗിൾട്ടൺ calls it a savage spoof, the kind of travel writing represented by റോബിൻസൺ ക്രൂസോ. ഈ ടെറി ഈഗിൾട്ടൺ എന്ന് പറയുന്ന എഴുത്തുകാരനും നിരൂപകനുമായിട്ടുള്ള ഒരാള്, അദ്ദേഹം ഏറ്റവും വലിയ നിരൂപകനാണ്. അദ്ദേഹം ഈ ഗലിവറയും ഗലിവേഴ്സ് ട്രാവൽസും അതേപോലെ റോബിൻസൺ ക്രൂസോയും ഒക്കെ നിരൂപണം ചെയ്തിട്ടുള്ള ആളാണ് ടെറി ഈഗിൾട്ടൺ. അദ്ദേഹത്തെ നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ പറയുന്നത് എ സാവേജ് പ്രൂഫ് ഓഫ് എ കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗ് റെപ്രസെന്റഡ് ബൈ റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോയിനെ പ്രതിനിധീകരിച്ച് എഴുതുന്ന ഒരു സാവേജ് സ്പൂഫാണ്, അല്ലെങ്കിൽ ഒരു സാവേജ് ആയിട്ടുള്ള ഒരു അവതരണമാണ് ഇത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. 18th century travel writing is considered a progressive form eager to investigate, exploit new technologies, acquire new knowledge and experience, and seize new opportunities for wealth. 18th century travel writing is considered a progressive form eager to investigate, exploit new technologies, acquire new knowledge, experience, and seize new opportunities for the wealth. It was the narrative or the content of the travel essays written at that time. The travel essays, most of them was written in this aim
to investigate or to express their eagerness or to exploit the new boundaries and acquire knowledge and acquire experience and find out new opportunity to acquire wealth. അപ്പോ 18ാം നൂറ്റാണ്ടിലെ ട്രാവൽ റൈറ്റിംഗ്സുകളൊക്കെ ട്രാവൽ എസ്സേകളൊക്കെ അത് പരിഗണിക്കപ്പെട്ടിരുന്നത് ഒരു പ്രോഗ്രസീവ് ഫോം ആയിട്ടാണ്. എ പ്രോഗ്രസീവ് ഫോം, ഈഗർ ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷണത്വരയുള്ളതാണ് അതൊക്കെ. എക്സ്പ്ലോയിറ്റ് ന്യൂ ടെക്നോളജീസ്, പുതിയ ടെക്നോളജികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ത്വര അതിൽ കാണാം. അതേപോലെ പുതിയ അറിവുകൾ നേടാനും പുതിയ അനുഭവങ്ങൾ നേടാൻ, അതിലുപരി സ്വത്ത് നേടാനുള്ള അവസരങ്ങൾ, ഇതൊക്കെയായിരുന്നു അതിലൊക്കെ കണ്ടിട്ടുള്ള നരേറ്റീവ്സുകളൊക്കെ. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഏഷ്യയും ആഫ്രിക്കയും ഉള്ള രാജ്യങ്ങളിലൊക്കെ ട്രാവലോഗ് നടത്തിയിട്ടുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുള്ള യാത്രാ വിവരണങ്ങളിൽ അവിടെയൊക്കെ ഇന്ത്യയെ കുറിച്ച് ആ കാലത്ത് ട്രാവലോഗ് നടത്തിയിട്ടുള്ള ഒരാൾ എഴുതിയത് ഇന്ത്യയിൽ സ്വർണം വിളയുന്ന നാടാണെന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ സമ്പത്തിനെ കുറിച്ചും അതുപോലെ പുതിയ അറിവിനെ കുറിച്ചൊക്കെ ഉള്ള ഉൾക്കാഴ്ച നൽകുന്ന നരേറ്റീവ്സുകളാണ് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഗലിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ഈ ട്രാവൽ നരേറ്റീവ് ഇത് അതുമല്ല കൈകാര്യം ചെയ്യുന്നത്. ഇനി സ്വിഫ്റ്റ് ആൻഡ് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ. സ്വിഫ്റ്റും റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനും തമ്മിലുള്ള ബന്ധങ്ങളും വിള്ളലുകളും ഒക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. Swift's parodies not only the genre of novel and travelogue, but also the science of this time. സ്വിഫ്റ്റിന്റെ ഈ നോവലിനെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാടാണ്, ആരുടെ, റോയൽ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ് ഇവ പറഞ്ഞിട്ടുള്ളത്. ഈ സ്വിഫ്റ്റിന്റെ ഈ പാരഡി അത് വെറും ഒരു നോവൽ മാത്രമല്ല, മറിച്ച് ഒരു യാത്രാ വിവരണമാണ്. ആൻഡ് ആ കാലഘട്ടത്തിലെ സയൻസുമാണത്, സയൻസ് ഓഫ് ദിസ് ടൈം. ഇതായിരുന്നു ഈ റോയൽ സൊസൈറ്റിയുടെ അഭിപ്രായം. ഇറ്റ് ഈസ് നോട്ട് എ മിയർ നോവൽ, ബട്ട് ഇറ്റ് ഈസ് എ ട്രാവലോഗ് ആൻഡ് എ സയൻസ് ഓഫ് ദാറ്റ് ടൈം, എ സയൻസ് ലിറ്ററേച്ചർ ഓഫ് ദാറ്റ് ടൈം. ഇറ്റ് ഇൻക്ലൂഡഡ് ദ സയൻസ് ഓഫ് that was found out at that time. The novel may be read as a work of proto-science as well as a satire on experimental philosophy that was being promoted by the Royal Society of London. The novel may be read as a work of proto-science. ഒരു പ്രോട്ടോ-സയൻസ് എന്നുള്ള നിലക്ക് ആണ് അത് വായിക്കപ്പെടുന്നത്. അതോടൊപ്പം എ സാറ്റയർ ഓൺ എക്സ്പെരിമെന്റൽ ഫിലോസഫി, ഫിലോസഫിയിൽ നടത്തുന്ന പരീക്ഷണത്തെ സാറ്റയർ ചെയ്യുകയും അത് ചെയ്യുന്നുണ്ട്. പ്രോട്ടോ സയൻസ് ആണ്, സയൻസിനെ വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഫിലോസഫിയിലെ പരീക്ഷണത്തെയും അതിൽ പരിഹസിക്കുന്നുണ്ട്. ദാറ്റ് വാസ് പ്രൊമോട്ടഡ് ബൈ ദ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ. ഈ സയൻസും അതേപോലെ ഈ ഫിലോസഫിയൊക്കെ ആ കാലത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ആണ്. അപ്പോ അവര് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തെയാണ് അദ്ദേഹം എതിർക്കുന്നത് എന്ന് നോക്കണം. റിബേക്ക ഹിഗറ്റ് writes in Guardian, in many ways the whole of Gulliver's Travels is a satire on the scientific approach of the Royal Society. റെബേക്ക ഹിഗറ്റ്സ് എന്ന് പറയുന്ന എഴുത്തുകാരി അവര് ദ ഗാർഡിയൻ എന്ന് പറയുന്ന പത്രത്തിൽ എഴുതുകയാണ്. ഇൻ മെനി ഓഫ് വേസ് ദ ഹോൾ ഓഫ് ഗലിവേഴ്സ് ട്രാവൽസ് ഈസ് എ സാറ്റയർ ഓൺ ദ സയന്റിഫിക് അപ്രോച്ച് ഓഫ് ദ റോയൽ സൊസൈറ്റി. റോയൽ സൊസൈറ്റിക്ക് ശാസ്ത്രത്തോടുള്ള സമീപനത്തെയാണ് അദ്ദേഹം ഗലിവർ ഓഫ് ട്രാവൽസിൽ പരിഹസിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞ, റെബേക്ക ഹിഗറ്റ് പറയുന്നത്. അവര് ആ നോവലിനെ പരിശോധിച്ചതിന് ശേഷം അത് ഗാർഡിയനിൽ ലേഖനം എഴുതിയ ആളാണ്. അവര് പറയുന്നത് ഈ റോയൽ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്ന സയൻസിനും ലോജിക്കിനും അതുപോലുള്ള ഫിലോസഫിക്കൊക്കെ അതിനെയൊക്കെ സാറ്റയർ ചെയ്തുകൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് പല പ്രശ്നങ്ങൾ, അത് പല ബുദ്ധിമുട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. He was concreted with the moral dimension of science and philosophy. He was concerned with the moral dimension of science and philosophy. His prime concern was the moral side or moral dimension of science and philosophy. As a human being, as a humanist sympathizer, he deals with science and philosophy in the dimension of moral sides. But the science and philosophy used at that time as an immoral and only for exploit and suppress the other peoples. അദ്ദേഹത്തിന്റെ പരിഗണന എന്ന് പറയുന്നത് ഈ സയൻസിന്റെയും ഫിലോസഫിയുടെയും ഒക്കെ ധാർമ്മിക വശങ്ങളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൺസേൺ. കാരണം ഈ സയൻസും ഫിലോസഫിയും ഒക്കെ ഉപയോഗിച്ച് അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം അതിന്റെ ധാർമ്മിക വശങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹം ചർച്ചയിലൂടെ ചെയ്തത്. If scientific and philosophical experiments do not address the day-to-day issues of the mass, it was the one of the prime concern of Jonathan Swift in his novel Gulliver's Travels. He argues that the contemporary science and philosophy and its experiment never address the day-to-day issues of a human being. They are utterly futile. If they are not ready to address the day-to-day issues of a human being, the science and the philosophy that was utterly meaningless or futile. അദ്ദേഹം പറയാണ് സയൻസും ഈ ഫിലോസഫിയും ഒക്കെ ഇതിലൊക്കെ ഉള്ള പരീക്ഷണങ്ങളും ഈ സയൻസും ഫിലോസഫിയും അതിന്റെ പരീക്ഷണങ്ങളും ഒക്കെ നിത്യജീവിതത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതിനെ അഡ്രസ് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, അത് വെറും പരിപൂർണമായിട്ടും ഒരു പായ്വേലയാണ് എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോ അക്കോർഡിംഗ് ടു ഹിം, science and philosophy, scientific and philosophical experiments aims to address the day-to-day issues of the common people, but unfortunately it never addressed the issues of the common people, but it was only something other than it. ഇനി റിസപ്ഷൻ ഓഫ് സ്വിഫ്റ്റ്, സ്വിഫ്റ്റിന്റെ സ്വീകാര്യതയെ കുറിച്ചാണ്. സ്വിഫ്റ്റിന് അദ്ദേഹത്തിന്റെ പിന്നെ പാരഡോക്സ്, ഗലിവേഴ്സ് ട്രാവൽ, അതിന് കിട്ടിയ അംഗീകാരങ്ങളും എതിർപ്പുകളും ഒക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റിസപ്ഷൻ ഓഫ് സ്വിഫ്റ്റ്, സ്വിഫ്റ്റിന് കിട്ടിയ സ്വീകാര്യത മാത്രമല്ല അദ്ദേഹത്തിന് ഉണ്ടായ എതിർപ്പുണ്ട്. ആഫ്റ്റർ പബ്ലിഷിംഗ് ദ ഗലിവേഴ്സ് ട്രാവൽ, Jonathan Swift had to face many appreciations and opposes from different corners of the society. The colonists ruthlessly criticized him, while the anti-colonialists appreciated him. Even Gandhi appreciated Jonathan Swift's work, and he advised his cousin to read the book many times. അപ്പൊ ഈ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഈ പുസ്തകം, ഈ മാസ്റ്റർ പീസ്, ഡ്രെഡഡ് ആൻഡ് ഡിസ്ലൈക്ക്ഡ് അതോറിറ്റേറിയൻ റെജിം, അധികാരികളെ അത് വല്ലാതെ വിറളി പിടിപ്പിച്ചു. അവരത് ഇഷ്ടപ്പെട്ടില്ല, കാരണം അവർക്ക് നേരെയുള്ള അതിശക്തമായിട്ടുള്ള പരിഹാസമാണത്. അതേ സമയത്ത് ആന്റി കൊളോണിയൽ തിങ്കേഴ്സ് ആൻഡ് ലിബറൽസ് സെലിബ്രേറ്റഡ്, ആന്റി കോളനിസ്റ്റുകളും അതേപോലെ ചിന്തകന്മാരും ലിബറൽസ് ഒക്കെ എന്ത് ചെയ്തു, അതങ്ങട്ട് ആഘോഷമാക്കി. നമ്മൾ പറയല്ലോ പിന്നെ ഒരു വലിയ ആഘോഷമാക്കിയിട്ട് അവരതെടുത്തു. ഇനി ആരൊക്കെയാണ് അത് ആഘോഷമാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി, അത് ഇഷ്ടപ്പെടാതിരുന്ന, അത് വിറളി പിടിപ്പിച്ച ടീമാണ് അതോറിറ്റേറിയൻ റെജീം എന്ന് പറയുന്നത്. ബ്രിട്ടനിലായാലും അയർലൻഡിലായാലും അതുപോലുള്ള യൂറോപ്യൻ കൺട്രികളിലായാലും അതോറിറ്റികൾ, അധികാരികൾക്ക് എന്ത് ചെയ്തു, അത് വല്ലാത്തൊരു തലവേദനയായിരുന്നു. അതേ സമയത്ത്
ലോകത്തിന്റെ നാനാഭാഗത്ത്, യൂറോപ്പിൽ മാത്രമല്ല ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള കോളനി വിരുദ്ധരായിട്ടുള്ള ചിന്തകന്മാരെയും സ്വതന്ത്രവാദികളെയും ഒക്കെ അത് വല്ലാതെ അങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്തു. ഇനി സ്വിഫ്റ്റ് ആൻഡ് ഗാന്ധി, ആ നോവല് അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഗാന്ധിയെ സ്വാധീനിച്ചത് പറയാണ്. The publication of Gulliver's Travels was threat to the ruling dispensation of the Portugal. They established a system of censorship. ആ നോവൽ ഇറങ്ങിയ ഉടനെ തന്നെ, ഗലിവേഴ്സ് ട്രാവൽസ് എന്ന നോവൽ ഇറങ്ങിയ ഉടനെ തന്നെ എന്ത് ചെയ്തു? അത് പോർച്ചുഗലിലെ ഭരണകൂടത്തെ അത് കുറച്ച് ഭീഷണിയായി മാറി. അവർക്കത് മനസ്സിലായി അദ്ദേഹം എന്താണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ചെറിയ രീതിയിൽ ഇങ്ങനെ നടപടി തുടങ്ങി. അവസാനം ദേ എസ്റ്റാബ്ലിഷ്ഡ് എ സിസ്റ്റം ഓഫ് സെൻസർഷിപ്പ്. അവര് ആ പുസ്തകത്തിന്റെ മേലിൽ സെൻസർഷിപ്പ് പിന്നെ കൊണ്ടുവന്നു. പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളൊക്കെ, അച്ചടിച്ചിറക്കിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അതിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഒക്കെ അവർ മുന്നോട്ട് വന്നു. പക്ഷെ എന്ത് ചെയ്തു? ജോനാഥൻ സ്വിഫ്റ്റ് അതുകൊണ്ടൊന്നും കുടുങ്ങിയില്ല. അദ്ദേഹം സ്റ്റേൺ ആയിട്ട് തന്നെ നിന്നു. In 1770, Swift was included in a list of authors that the state sought to ban. അങ്ങനെ 1970 ആയപ്പോ പോർച്ചുഗലും അതുപോലുള്ള ചില രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നിരോധിക്കേണ്ട ഓതേഴ്സിന്റെ, എഴുത്തുകാരുടെ ലിസ്റ്റിൽ ആരെയും പെടുത്തി? ജോനാഥൻ സ്വിഫ്റ്റിനെയും പെടുത്തി. ബട്ട് ഇൻ ഇന്ത്യ ദ ബുക്ക് ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധി. പക്ഷെ ആ സമയത്ത്, ഇത് എഴുതുന്ന സമയത്ത് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായിട്ട് ജോലി ചെയ്യാണ്. അതോ പഠിക്കുകയോ അതോ ലോ പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോ സ്റ്റുഡന്റോ ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം അത് വായിക്കുന്നത്. അത് അദ്ദേഹത്തെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിനെ ലെറ്റർ അഡ്വൈസ്ഡ് ഹിസ് നെഫ്യൂ ആൻഡ് ഡിസിപ്ലിൻ മംഗൻലാൽ ഗാന്ധി ടു റീഡ് ജോനാഥൻ സ്വിഫ്റ്റ്സ് മാസ്റ്റർപീസ് ഗലിവേഴ്സ് ട്രാവൽസ് എഗെയിൻ ആൻഡ് അഗെയിൻ. അങ്ങനെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലുള്ള തന്റെ നെഫ്യൂവും തന്റെ ശിഷ്യനുമായിട്ടുള്ള മംഗൻലാൽ ഗാന്ധിക്ക് എഴുതുകയാണ്, താങ്കൾ ജോനാഥൻ സ്വിഫ്റ്റിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഗലിവേഴ്സ് ട്രാവൽസ് വീണ്ടും വീണ്ടും വായിക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതുകയാണ്. ഗാന്ധി ഫൗണ്ട് ഇൻ ഇറ്റ് ആൻ എഫക്റ്റീവ് കണ്ടംനേഷൻ ഓഫ് മോഡേൺ സിവിലൈസേഷൻ ആൻഡ് കൊളോണിയൽ മോഡേണിറ്റി. ഗാന്ധി അത് സ്വാധീനിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ കാലത്ത് ഗാന്ധിജി ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് ആ പുസ്തകത്തിലുള്ളത്. ഈ മോഡേൺ സിവിലൈസേഷനെയും അതേപോലെ കൊളോണിയൽ മോഡേണിറ്റിയും ഒക്കെ ഗാന്ധിജി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന, വെറുക്കുന്ന ഒരു കൃതി അദ്ദേഹം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൽ ആകർഷിച്ചു. മാത്രമല്ല ജോനാഥൻ സ്വിഫ്റ്റ് ഒരു ശുദ്ധ ഇംഗ്ലീഷുകാരനുമാണ്. ഇംഗ്ലീഷുകാരനായ ഒരാൾ തന്നെ ഇത്തരം ഒരു കൃതി എഴുതിയത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. ഗാന്ധി ഫൗണ്ട് ഇൻ ഇറ്റ് ആൻ എഫക്റ്റീവ് കണ്ടംനേഷൻ ഓഫ് modern civilization and colonial modernity. Swift and Gandhi were strong critics of the colonialism. ഈ സ്വിഫ്റ്റും ഗാന്ധിയും ഒക്കെ ഒരേപോലെ കൊളോണിയലിസത്തെ എതിർക്കുന്ന ആളുകളാണ്. ഒന്ന്, സ്വിഫ്റ്റ് എന്ന് പറയുന്നത് he was an European white man while Gandhi was an Asian. According to Britishers, he is a black man. അപ്പോ രണ്ടാളും വ്യത്യസ്ത ഡയമെൻഷനിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ രണ്ടാളുകളും നിലപാട് എന്താണ്? കൊളോണിയലിസത്തെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകളാണ്. ഗാന്ധി കൊളോണിയലിസത്തിനെതിരെ സമരം നടത്തുന്നു. അതിന് അതേപോലെ തന്നെ ജോനാഥൻ സ്വിഫ്റ്റ് എന്ത് ചെയ്യുന്നു? അതിന് സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം കോളനിസ്റ്റ് വിരുദ്ധമായ കാര്യങ്ങൾ കാണുന്നു. Though as a white man, racial discrimination did not touch Swift. സ്വിഫ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആ കാലത്തെ വെള്ളക്കാരായിട്ടുള്ള പല ആളുകളിൽ നിന്നൊക്കെ വളരെ വിഭിന്നനായിരുന്നു അദ്ദേഹം. ഒരു കാലത്തും അദ്ദേഹത്തെ ഈ വിവേചനം, കറുത്തവര് വെളുത്തവര് എന്നുള്ള, അല്ലെ യൂറോപ്യൻ അല്ലാത്തവർ എന്നുള്ള ആ ഒരു വിവേചനം ഒരു കാലത്തും അദ്ദേഹത്തെ ടച്ച് ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂറോപ്യൻ അല്ലാത്ത ആളുകളിൽ കോളനി വൽക്കരണത്തിലൂടെ അവരെ കീഴടക്കാമെന്നുള്ള ഈ കോളനിസ്റ്റ് ഐഡിയോളജിയെയും അദ്ദേഹം വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ,
അടുത്തത് സ്വിഫ്റ്റ് ആൻഡ് ഓർവെൽ. ഓർവെൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ പ്രമുഖനായിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ 1984 ഒരു നോവൽ ഉണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984 ആണെന്നാണ് തോന്നുന്നത്. റൈറ്റർ ജോർജ് ഓർവെൽ അഡ്മയർഡ് ബോത്ത് ഗാന്ധി ആൻഡ് സ്വിഫ്റ്റ്. ഈ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആയിട്ടുള്ള ഓർവെല് സ്വിഫ്റ്റിനെയും അതേപോലെ ഗാന്ധിജിയെയും വളരെയധികം ആദരവ് കാണിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഓർവെൽ ഡിഡ് നോട്ട് ലൈക്ക് ഗാന്ധിസ് അപ്രീഷിയേഷൻ ഫോർ സ്വിഫ്റ്റ്സ് ക്രിട്ടിക് ഓഫ് മോഡേൺ സിവിലൈസേഷൻ. പക്ഷെ ഈ ജോനാഥൻ സ്വിഫ്റ്റ് നടത്തിയിട്ടുള്ള ക്രിട്ടിസൈസ്, കൊളോണിയലിസത്തെ വിമർശിച്ചുകൊണ്ട് അത് എഴുതിയിട്ടുള്ള ആ വിമർശനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗാന്ധിയുടെ നിലപാടിനെ ഓർവെൽ ഒരിക്കലും എതിർത്തിരുന്നില്ല. കാരണം ഓർവെൽ വാസ് ആൻ ഇംഗ്ലീഷ് ഒഫീഷ്യൽ, സോ ഹി agreed with the government's policy while as a politician Swift criticized it. ഓർവെല് ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പല നയങ്ങളെയും ന്യായീകരിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതേസമയം സ്വിഫ്റ്റ് ആരാണ്? സ്വിഫ്റ്റ് ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഗവൺമെന്റിനെ വിമർശിക്കുകയും ചെയ്തു. അപ്പൊ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലും ഒരു പൊളിറ്റീഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ കാണുന്നത്. അങ്ങനെ എതിർപ്പുകൾ ഉള്ളപ്പോഴും എന്താണ്, അവർക്ക് വലിയ ആദരവുണ്ടായിരുന്നു ഓർവെല്ലിന് ഗാന്ധിയോടും അതേപോലെ സ്വിഫ്റ്റിനോടും ഒക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വിഫ്റ്റ് ആൻഡ് WB ഈസ് മറ്റൊരാളാണ്. ഈ WB ഈസ് വാസ് കോൺഷ്യസ് ഓഫ് സ്വിഫ്റ്റ്സ് ഐറിഷ് ലിറ്റററി ഹെറിറ്റേജ് ആൻഡ് വർക്ക്സ്. WB ഈസ് അദ്ദേഹം സ്വിഫ്റ്റിന്റെ ഐറിഷ് പാരമ്പര്യവും അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയായിരുന്നു. അദ്ദേഹം ഐറിഷ്കാരനാണ് എന്നും ഒരു ഐറിഷുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നേരത്തെ തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളാണ്. WB ഈസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം പോയറ്റ് കൂടിയാണ്. സ്വിഫ്റ്റ്സ് ലവ് ഓഫ് പെർഫെക്റ്റ് നാച്ചർ ആൻഡ് ഹിസ് ഡിസ്ബിലീഫ് ഇൻ ന്യൂട്ടൺ ഹാഡ് ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓൺ ഈസ്. ഈ സ്വിഫ്റ്റിന്റെ പെർഫെക്റ്റ് നാച്ചർ എന്ന ഒരു കൺസെപ്റ്റ്, ഈ ലവ് ഓഫ് പെർഫെക്റ്റ് നാച്ചർ, അതേപോലെ ന്യൂട്ടനോടുള്ള വിയോജിപ്പൊക്കെ എന്ത് ചെയ്തു? ഈസിനെ വളരെ ചെലുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ലവ് ഓഫ് പെർഫെക്റ്റ് നാച്ചറും ആൻഡ് ഹിസ് ഡിസ്ബിലീഫ് ടു ന്യൂട്ടൺ വാസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് and it was a lasting influence on East. It helped East to create a strong identity which became instrument for Irish nationalism. മാത്രമല്ല ഈ ആശയങ്ങളൊക്കെ ഈസ്റ്റിനെ സ്വന്തമായിട്ടുള്ള ശക്തമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാനും അങ്ങനെ അത് ഐറിഷ് നാഷണലിസത്തിൽ അത് ഉപയോഗപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഷെയർഡ് സ്വിഫ്റ്റ്സ് ഇൻഡിഗ്നേഷൻ അഗെയിൻസ്റ്റ് ദ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ, കൊളോണിയൽ ഭരണത്തിനെതിരായിട്ടുള്ള സ്വിഫ്റ്റിന്റെ ആ വിയോജിപ്പിന് എന്ത് ചെയ്തു? അതിനോട് കൂടെ തന്നെയായിരുന്നു സ്വിഫ്റ്റ്. ഓർവെലിനെ പോലെയല്ല ഈസ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അടുത്തത് ട്രഡീഷണൽ ഇന്റലക്ച്വൽ ഓർ ആൻ ഓർഗാനിക് ഇന്റലക്ച്വൽ. എഡ്വേർഡ് സെയ്ദ് സ്വിഫ്റ്റ്. എഡ്വേർഡ് സെയ്ദ് സ്വിഫ്റ്റിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്, അദ്ദേഹം ഒരു ട്രഡീഷണൽ ഇന്റലക്ച്വലും ഓർഗാനിക് ഇന്റലക്ച്വലും ആണെന്ന് പറയാണ് അദ്ദേഹത്തെ കുറിച്ച്. അപ്പൊ എഡ്വേർഡ് സെയ്ദ് എന്ന് പറയുന്നത് മോഡേൺ ചിന്തകനാണ്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഫലസ്തീനിൽ ജനിച്ചിട്ടുള്ള അമേരിക്കക്കാരനാണ്. ഫലസ്തീൻ കോസിന്റെ കൂടെ എപ്പോഴും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോ അദ്ദേഹം ജോനാഥൻ സ്വിഫ്റ്റിനെ കുറിച്ച് പറയാണ്. കാരണം ഇദ്ദേഹം ജോനാഥൻ സ്വിഫ്റ്റിനെ ആകർഷിക്കാൻ ഒരു കാരണമുണ്ട്. ഈ ജോനാഥൻ സ്വിഫ്റ്റിന്റെ കൃതികൾ എന്നും പാവപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ലോകത്തിന്റെ നാനാഭാഗങ്ങളുടെ മനുഷ്യരോട് സിമ്പതിയും എമ്പതിയും കാണിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ കോസിനൊപ്പം നിൽക്കുന്ന എഡ്വേർഡിനെ സ്വാഭാവികമായിട്ടും ഇത് സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ചിട്ട് എഡ്വേർഡ് സെയ്ദ് പറയാനുള്ള കാരണം. എഡ്വേർഡ് സെയ്ദ്, എ മോഡേൺ തിങ്കർ, read Swift because of his appeal associated Swift with Tory anarchy.
Swift never called himself as a Tory, despite he was a sympathizer of the Tory. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ടോറിയുടെ ഒരു സിമ്പതൈസർ ആയിരുന്നു അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം ഈ ടോറികളുടെ പിന്നെ അനാർക്കിയെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനെ ഒരിക്കലും അദ്ദേഹം പിന്നെ അംഗീകരിച്ചിട്ടുള്ള. അപ്പോ ഈ എഡ്വേർഡിന്റെ കാഴ്ചപ്പാടിൽ ഈ ടോറി അനാർക്കി അവിടെ നടക്കുന്ന സമയത്ത് പിന്നെ ജോനാഥൻ സ്വിഫ്റ്റ് അന്ന് ടോറിയാണ് എന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിന് എഴുതുകയാണ്. ഇതാ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ടോറികൾ നടത്തുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എഴുതുകയാണ്. സത്യത്തില് ജോനാഥൻ സ്വിഫ്റ്റ് ടോറി അല്ല, ടോറിന്റെ ഒരു സിമ്പതൈസർ മാത്രമായിരുന്നു. പക്ഷെ ഒരിക്കലും അതിന്റെ ഒരു പ്രൊമോട്ടർ ആയിരുന്നില്ല. ആ കാര്യം മനസ്സിലാക്കാതെയാണ് എഡ്വേർഡ് അദ്ദേഹത്തിന് കത്തെഴുതുന്നത്. Edward said, notice that Arno Sitter works does in a support of fairly strict, not to say uninteresting, conservative philosophy in which the Church of England, the classics and the monarchy. Edward said notes that Arno Sitter works does in fact support fairly strict. ഷിഫ്റ്റിന്റെ എല്ലാ വർക്കും വളരെ കർക്കശ നിലപാട് തന്നെയാണ് പുലർത്തുന്നത്. നോട്ട്സ് എ അൺഇൻട്രസ്റ്റിംഗ് കൺസർവേറ്റീവ് ഫിലോസഫി. ഒരിക്കലും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അൺഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ കൺസർവേറ്റീവ് ഫിലോസഫി ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല. ഈ കൺസർവേറ്റീവ് ഫിലോസഫിയുടെ ആളുകളാണ് ഇംഗ്ലണ്ടിലെ ചർച്ചും ക്ലാസിക്സും അതേപോലെ മൊണാർക്കികളും ഒക്കെ. ഏതായാലും അവര് മുന്നോട്ട് വെക്കുന്ന ഈ പാരമ്പര്യ തത്വചിന്തയെ അദ്ദേഹം ഒരിക്കലും പ്രൊമോട്ട് ചെയ്തില്ല. അതിനോട് അദ്ദേഹം അവഗണനയാണ് വെച്ചു പുലർത്തിയിട്ടുള്ളത്. നേരെ മറിച്ച് സ്വന്തം നിലപാടിൽ അദ്ദേഹം ശക്തമായിട്ട് എഴുതുകയും ചെയ്തു. സെറ്റ് പുട്ട് ഫോർത്ത് ഹ്യൂമാനിസം വൈൽ സ്വിഫ്റ്റ് ഹ്യൂമൻ സാറ്റർ. ഇവിടെ എഡ്വേർഡ് സെയ്ദ് ഹ്യൂമാനിസത്തെയാണ് പറയുന്നത്. അതോടൊപ്പം ഈ ഷിഫ്റ്റ് ഇൻഹ്യൂമൻ സാറ്റയർ ആണ്. മനുഷ്യനല്ലാതെയാക്കി തീർക്കുന്ന അവസ്ഥയിലെ കുറിച്ചുള്ള സാറ്റയർ ആണ് പറയുന്നത്. ഒരാൾ ഹ്യൂമൻ സൈഡിൽ നിൽക്കുന്നു, മറ്റേയാൾ ഇൻഹ്യൂമൻ സാറ്റയർ ആണ്. രണ്ടും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഒരാൾ മാനവികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, മറ്റേയാള് അമാനവികതയെ പരിഹസിക്കുകയും ചെയ്യുന്നു. ബട്ട് വി റീഡ് സെയ്ദ് ഹ്യൂമാനിസം ത്രൂ ഷിഫ്റ്റ്സ് ഇൻ ഹ്യൂമൻ സാറ്റയർ. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഷിഫ്റ്റിനെ വായിക്കുമ്പോൾ സത്യത്തില് ഷിഫ്റ്റിന്റെ ഇൻഹ്യൂമൻ സാറ്റയറിലൂടെ നമ്മൾ എഡ്വേർഡ് സെയ്ദിന്റെ ഹ്യൂമാനിസം തന്നെയാണ് വായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രണ്ടു പേർക്കും ഒരേ സംഗതിയാണ് പറയാനുള്ളത്. രണ്ടാളും രണ്ട് രീതിയിൽ ഒരേ സംഗതി പറഞ്ഞു എന്നുള്ളതാണ്. ആസ് എ പാലസ്റ്റൈൻ ബോൺ അമേരിക്കൻ, എഡ്വേർഡ് ഹിംസെൽഫ് enjoyed a position of privilege from which he spoke for the less privileged. പലസ്തീനില് അമേരിക്കയിൽ ജനിച്ച ഒരു പലസ്തീൻകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ചില പ്രിവിലേജ് ഉണ്ട്. കാരണം അദ്ദേഹം അമേരിക്കൻ പൗരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തൊട്ട് കളിച്ച അമേരിക്കൻ ജനത ഇളകും. അതുപോലെ തന്നെ അമേരിക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു പ്രത്യേക പ്രിവിലേജും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഷിഫ്റ്റ് ഹാസ് കണ്ടിന്യൂഡ് ടു ഫാസിനേറ്റ് മോഡേൺ റീഡേഴ്സ് ഫോർ ദേ റീഡ് ഹിം ഫ്രം ദെയർ പെർസ്പെക്റ്റീവ് ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ദേ ഫേസ് ഇൻ ദ കണ്ടംപററി ലൈൻസ്. അപ്പോ ഷിഫ്റ്റ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം ആധുനിക വായനക്കാരിൽ പോലും ഇന്ന് നമുക്ക് വളരെയധികം പ്രകടമായിട്ട് കാണുന്നതാണ്. ദേ റെഡ് ഹിം, ഓരോരുത്തർ അവരവരുടെ കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തെ വായിക്കുന്നത്. അങ്ങനെ അവരവരുടെ സമകാലിക ലോകത്തുള്ള പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം കാണുന്നതും ഈ പുസ്തകത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. ദ ഒപ്രസ്ഡ്, marginalized and victimized by the state and the readers from remote colonies empathized with Swift's even today. അപ്പൊ വ്യത്യസ്ത ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള അധസ്ഥിതരായിട്ടുള്ള വിഭാഗങ്ങൾ, അതേപോലെ സ്റ്റേറ്റിനാൽ പീഡിപ്പിക്കപ്പെടുന്ന, സ്റ്റേറ്റ് മാർജിനലൈസ് ചെയ്യപ്പെട്ട, അതേപോലെ സ്റ്റേറ്റ് ഒപ്രസ് ചെയ്തിട്ടുള്ള ആളുകള്, അതുപോലെ കോളനി രാജ്യങ്ങളിലുള്ള വായനക്കാര്
അവരൊക്കെ വളരെ അധികം ഇന്നും ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഈ കൃതി സ്വാധീനിക്കുന്നു. അവർക്കിടയിലൊക്കെ വലിയ ഒരു എമ്പതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിജയമായിട്ട് പറയുന്നു. അപ്പൊ ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വരും ക്ലാസ്സിൽ ബാക്കി അടുത്ത യൂണിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിന്റെ വിശദമായ ഭാഗങ്ങൾ അടുത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. ഓക്കെ, നന്ദി. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.